ഞാൻ ഫേസ്ബുക്കിൽ ഇടുവേ. ഈ തല ഇത് ഇല്ല വെട്ടം എനിക്കറിയാം. ഇത് ഓക്കെ ബാത്റൂം എന്റെ മൊബൈൽ വെട്ടുണ്ട്. പറഞ്ഞു ഞാൻ ഒരു താമരയിലും വിരിഞ്ഞ ഈ തല മൊട്ട അടിച്ചിരിക്കും അന്ന് തന്നെ ഉറപ്പാ. കേരളത്തിൽ ഒരിടത്തും താമര വിരിയില്ല എന്ന് ബെറ്റുവെച്ചു. ഒടുവിൽ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതോടെ കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയായ സുമേഷിന് സ്വന്തം തല തന്നെ മൊട്ടയടിക്കേണ്ടി വന്നു. എന്താണെങ്കിലും ആ ബെറ്റ് വെച്ച ആ പറഞ്ഞ വാക്ക് സുമേഷ് പാലിച്ചിരിക്കുകയാണ്. സുമേഷാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. എന്താണ് അത്രത്തോളം ഒരു വലിയ വിശ്വാസമായിരുന്നോ കേരളത്തിൽ BJP ഒരു സീറ്റ് പോലും പിടിക്കില്ല എന്ന്? തീർച്ചയായിട്ടും ഒരിക്കലും ഒരു BJP നമ്മളെ പിടിക്കില്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ പിടിച്ചു. അതിൽ ഭയങ്കര വിശ്വാസം തെറ്റിച്ചു. ഉണ്ടായിരുന്ന മുടി പോയി. എന്നാണ് ഇങ്ങനെ ഒരു ബെറ്റ് വെച്ച് തന്നായിരുന്നു? അത് വോട്ടെടുപ്പിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ കൂട്ടുകാരെല്ലാം അവിടെ കൂടിക്കൊണ്ടിരുന്നപ്പം ഒരു ബെറ്റ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ പല രാഷ്ട്രീയക്കാരാണ് നമ്മൾ പല കൂട്ടുകാരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബെറ്റ് വെച്ച ഒരു രീതിയായിരുന്നു. ആരാണ് ഈ പണി തന്നാരാണ്? ഈ വീഡിയോ എടുത്തതാരാണ്? വീഡിയോ എടുത്തതാണ് ഈ മഹാനാണ്. മനഃപൂർവ്വമായിരുന്നല്ലേ? മനഃപൂർവ്വം എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളിതുപോലെ സംസാരിച്ച കൂടെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചു. ഞങ്ങൾ രണ്ട് രാഷ്ട്രീയത്തിലായിട്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾ ചുമ്മാ ഒരു തമാശ രീതിയിൽ ഞങ്ങളങ്ങ് പറഞ്ഞതാണ്. പിന്നെ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഈ സാധനം ഇലക്ഷൻ്റെ അന്ന് വൈകുന്നേരം എനിക്ക് എത്രയും കോൺഫിഡൻസോടുകൂടി ഞാൻ ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ സംഭവിച്ചു. പക്ഷേ പുള്ളി അന്ന് തന്നെ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. ഈ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നോ? ഫേസ്ബുക്കിലിട്ട്, ഇൻസ്റ്റാഗ്രാമിലിട്ടു, യൂട്യൂബിലിട്ടു. റിസൾട്ട് വന്നതിൻ്റെ രാത്രി മുട്ടയടിക്കേണ്ടി വന്നു. അടുപ്പിച്ചു. അതാണ് പുള്ളി പറഞ്ഞ വാക്ക് പാലിച്ചു. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് സുമേഷിൻ്റെ പിതാവ്. രത്നാകരൻ എന്നാണ് പേര്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയും BJP ഒരിടത്ത് പോലും ഒരു സീറ്റ് പോലും പിടിക്കില്ല എന്നുള്ളതായിരുന്നു അല്ലേ? അതെ, അതെന്നാന്ന് ചോദിച്ചതിൽ പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷേ ഒരു MLA ഇല്ലാത്ത പാർട്ടി ഒരു MP ഉണ്ടാകും എന്ന് നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ സങ്കല്പിക്കാൻ മേലായിരുന്നു. കാരണം 7 MLA കൂടുന്നതാണല്ലോ ഒരു MPയുടെ മണ്ഡലം. അപ്പം പിന്നെ ഒരു MLA ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ഒരു കാരണവശാലും ഒരു MPയെ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നാണ് നമ്മൾ ധരിച്ചത്. അതിനകത്ത് ഒരു പക്ഷേ നമ്മുടെ രാഷ്ട്രീയവും കാണും. CPM കാരനാണ്. അതെ, തീർച്ചയായിട്ടും. അതിനുശേഷം ഞാൻ ആ വീഡിയോ റിസൾട്ട് വരുന്ന ദിവസമാണ് കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുന്നതാണ് ആണത്വമെന്ന് പറഞ്ഞയാളാണ് ഞാൻ. എന്താണെങ്കിലും ഇതാണ് സംഭവം. സുമേഷ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശിയാണ്. തിരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരമാണ് സുമേഷ് സുഹൃത്തുക്കളോട് പറഞ്ഞത് കേരളത്തിൽ ഒരിടത്ത് പോലും താമര വിരിയില്ല എന്ന്. പക്ഷേ തൃശ്ശൂർ സീറ്റ് BJP പിടിച്ചതോടുകൂടി സുമേഷ് എന്താണെങ്കിലും പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. റിസൾട്ട് വന്ന ആ ദിവസം തന്നെ വൈകുന്നേരം അദ്ദേഹം തല മൊട്ടയടിച്ചു. വാക്ക് പാലിച്ചിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.